നമസ്കാരം. ആരാണ് ക്യാപ്റ്റൻ? സ്വാഭാവികമായി ഒരു ടീമിനെ നയിക്കുന്നവനാണ് ക്യാപ്റ്റൻ. പിന്നെ നമ്മുടെ കപ്പലൊക്കെ ഓടിക്കുന്ന ആൾക്കാരെ നമ്മൾ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ ചോദിക്കാൻ കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായിരിക്കുന്ന തർക്കം ആരാണ് ക്യാപ്റ്റൻ. സത്യം പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻ എന്നുള്ള വിളി നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള വിളിയോടുകൂടിയാണ് അല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്യാപ്റ്റൻ എന്ന് പിണറായിയെ വിളി, അത് പിന്നെ പാർട്ടിക്കാരും പ്രവർത്തകരുമൊക്കെ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് പിണറായി വിജയൻ ക്യാപ്റ്റനെ. അന്ന് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചതിന് ഊടുവടി കളിയാക്കിയ കോൺഗ്രസ്സുകാർ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ക്യാപ്റ്റൻ എന്നാലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ്. പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ വിജയം UDF നേടി, പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയമാണ്. ഈ പറഞ്ഞ പോലെ CPM-ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഏതാണ്ട് 11,000 വോട്ടിനാണ് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നത്. ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് LDF-ൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് UDF-ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ ആഘോഷം UDF ആഘോഷിക്കും. കാരണം ഇനി വരാനുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 9 വർഷത്തിലധികമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന പ്രതിപക്ഷം നിൽക്കുന്ന UDF-നെ സംബന്ധിച്ച് ഒരു വലിയ അവസരം, ഒരു വലിയ പ്രതീക്ഷയാണ് നിലമ്പൂർ നൽകിയിരിക്കുന്നത്. വലിയ വിജയം നേടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കൊക്കെയാണെന്നുള്ള തർക്കമില്ല. പിന്നെ എന്ത് കോൺഗ്രസ് അല്ലേ, ഈ തർക്കം തുടങ്ങിക്കഴിഞ്ഞു. വേറൊന്നുമല്ല, ഒരു അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, അല്ല ഒരു ദിനപത്രം VD സതീശനെ ക്യാപ്റ്റനായി വിശേഷിപ്പിച്ചല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രമേശ് ചെന്നിത്തലയുടെ ഉള്ളിലുണ്ടായിരുന്നതെല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ് വാസ്തവം. പുള്ളി ചോദിച്ചത്, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, എന്നെ ഒരുത്തരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലല്ലോ, അത് ഇരട്ടത്താപ്പല്ലേ എന്ന് പുള്ളിയിൽ നിന്ന് വന്നതാണെന്ന് ആ മുഖഭാവവും ആ ഉത്തരവൊക്കെ കണ്ടറിയാം. ആരായാലും പറഞ്ഞു പോകും, അത്ര തന്നെ കാണും. ഒരേ പൂരം. രമേശ് ചെന്നിത്തലയുടെ ഈ ഉള്ളിൽ നിന്നുള്ള ചോദ്യം കോൺഗ്രസിൻ്റെ ഉള്ളിലോട്ടാണ് ചെന്ന് വീണത് എന്ന് വേണമെങ്കിൽ പറയാം. സതീശനെ കണ്ട് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല രമേശ് ചെന്നിത്തല പുള്ളി ഇങ്ങനൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സങ്കടം പുള്ളി പങ്കുവച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സതീശൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ അദ്ദേഹം മേജറാണ്. തകർപ്പനടിയല്ലേ, ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ അദ്ദേഹം മേജറാണ്. അപ്പോൾ ഇനി ഓരോ റാങ്കനുസരിച്ച് മാറ്റി വെച്ചാൽ കേണൽ സുധാകരൻ, സുബേദാർ T സിദ്ദിഖ് അല്ലേ, ലഫ്റ്റനൻറ്റ് ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയേണ്ടി വരും. ഏതായാലും കോൺഗ്രസിനകത്ത് ഇത് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഉണ്ണിത്താനടക്കമുള്ള രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ പലവിധ തർക്കങ്ങൾ. ഏതായാലും അതുപോലെ ഹൈക്കമാൻഡ് തർക്കത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് അതിർത്തി ഉണ്ടാവാതിരിക്കും. ഒരു വലിയ ഇലക്ഷൻ പടിവാതിലെത്തി നിൽക്കുക ജയിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് മുട്ടൻ തർക്കം. മോശമല്ലേ നേതാക്കളെ എന്ന് ഹൈക്കമാൻഡ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നയിച്ചതും തെരഞ്ഞെടുപ്പ് ഡിസൈൻ ചെയ്തതുമെല്ലാം സതീശനും അദ്ദേഹത്തിൻ്റെ സംഘവുമാണെന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പെല്ലാം നടത്തി എടുത്തതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പും സ്ട്രാറ്റജി കംപ്ലീറ്റ് ആസൂത്രണം ചെയ്തത് സതീശനും അദ്ദേഹത്തിൻ്റെ സംഘവുമാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കുറേ ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു, പ്രചരണം നടത്തി, പ്രസംഗിക്കാൻ പോയി, അതൊക്കെ ശരിയുണ്ടെങ്കിലും ആ ബുദ്ധി, ഇതിൻ്റെ സംഭവം സതീശൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ടായിരിക്കണം സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത്. ലീഗൊക്കെ മരിച്ചു നിന്ന് പണിയെടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ സതീശനും സംഘം പറഞ്ഞത് ഇത് ലീഗിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പാണ്, ലീഗിനാണ് ഇവരെ ജയിപ്പിക്കേണ്ട ബാധ്യത, പണി വെച്ചു കൊടുത്തത്. പിന്നെ ലീഗിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റും, അവരാഞ്ഞ് പ്രവർത്തിച്ചു. അൻവർ ഉയർത്തിയ വെല്ലുവിളിയെ പോലും അതിജീവിച്ച് സതീശൻ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അൻവർ അറിയാമല്ലോ, അൻവറിന് വേണ്ടി വാദിച്ച രമേശ് ചെന്നിത്തല, സുധാകരൻ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ കോൺഗ്രസ്സിലുണ്ട്. ഒരു പരിധിവരെ മുസ്ലിം ലീഗും വലിയ വയലിൽ അൻവറിനെ കൊണ്ടുവന്നാലേ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ടും സതീശൻ സംഭവിച്ചില്ല. അൻവർ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും എന്ന തീരുമാനമെടുത്തു സതീശൻ അത് നടപ്പാക്കി. സതീശൻ വെറുതെ എടുത്ത തീരുമാനമൊന്നുമല്ല. ആയ കാലത്ത് അൻവർ വിളിച്ച മുഴുവൻ തെറിയും ഏത് CPM-ൽ നിന്ന് പിണങ്ങി ഇറങ്ങിയിട്ട് പോലും അൻവർ സതീശനെ വിട്ടിട്ടില്ല. എന്തോരം തെറിയ പറഞ്ഞ് ഒളിഞ്ഞ പിണറായി, തെളിഞ്ഞ പിണറായി എന്നുള്ള സകല പ്രയോഗങ്ങൾ നമുക്കറിയാം. ഏതായാലും
അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ അൻവറിനെ സ്നേഹത്തോടെ വാതിൽ തുറന്നു കൊടുക്കാൻ സതീശനല്ലായിരിക്കണം. ഏതായാലും പണിയേറ്റു. സതീശൻ്റെ വെല്ലുവിളി കൂടെ ആയതോടെ അൻവറിന് മത്സരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്നായി. ഫലം എന്തായി? അൻവർ CPM വന്നപ്പോൾ കൊണ്ടുവന്ന കുറേ വോട്ടും CPM കുറേ ചോർത്തിയ കുറേ വോട്ടും ആര്യാടൻ ഷൗക്കത്തിന് എതിരായി CPM പോകേണ്ടിരുന്ന വോട്ടും എല്ലാം കൂടെ അങ്ങ് സമാഹരിച്ചു. ഒരു 10-20 വോട്ടിനടുത്ത് അൻവർ പിടിച്ചപ്പോഴത്തേക്ക് ഷൗക്കത്ത് സുഖമായിട്ട് ജയിച്ചു വന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 790 വോട്ട് കുറവാണ് കോൺഗ്രസിന് ഇത്തവണ UDFന്. എന്നിട്ടും ഷൗക്കത്ത് ജയിച്ചത് 11,000 വോട്ടിലാണ്. അപ്പോൾ അൻവറിനെ മത്സരരംഗത്ത് ഇറക്കിയുള്ള സതീശൻ്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, അൻവറിനെ പ്രകോപിച്ച് മത്സരത്തിനിറക്കിയ സതീശൻ്റെ ബുദ്ധിയല്ലേ ബുദ്ധി. ക്യാപ്റ്റൻ വിളിച്ചു പോകും. കോൺഗ്രസ്സുകാരെല്ലാം പറയുന്നുണ്ട് ഏതായാലും സതീശൻ്റെ നേതൃത്വത്തിൽ ഉഗ്രൻ തെരഞ്ഞെടുപ്പായിരുന്നു, ഇതൊരു ശുഭസൂചനയാണ്, നമുക്ക് അടിച്ചെടുക്കണം, വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ പുറത്തിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജയിക്കണമെന്നൊക്കെ പറയുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് സംഘവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സതീശന് ഒറ്റയ്ക്ക് അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കണോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഈ തർക്കം പരിഹരിക്കാൻ ഞാനൊരു ഉപായം മുന്നോട്ട് വെച്ചിടാം. അതായത് CPMൻ്റെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവിടെ നടന്നൊരു പ്രധാന വിമർശനം ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ തലേന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരടി RSSുമായിട്ട് നേരത്തെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് മാഷ് ഇത് പ്രശ്നം എന്ത് പ്രശ്നം, ഞങ്ങൾ സഹകരിച്ചല്ലേ, അത് പറയാൻ ഒരു മടിയില്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ സംഭവമുണ്ട്. ഇത് LDFൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടി എന്നൊരു ചർച്ച. അതായത് ഈ പരാജയ കാരണത്തിൻ്റെ ഒരു വലിയ സംഗതിയായി കണ്ടെത്തിയിരിക്കുന്നത് ഗോവിന്ദ മാഷിൻ്റെ ഈ പറച്ചിലാണ് അല്ലെങ്കിൽ ഈ പ്രസ്താവനയാണ് എന്ന മറ്റും ചില കണ്ടുപിടുത്തങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല പരാജയ കാരണമെന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, തൽക്കാലം ഇത് ഗോവിന്ദ മാഷിന് മണ്ടയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ള മട്ടിൽ അവിടെ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരോട് UDFക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ നായകൻ ആരാന്നുള്ള നിങ്ങളുടെ ഈ തർക്കമുണ്ടല്ലോ, ഒരു പരിഹാരം പറഞ്ഞുതരാം. തൽക്കാലം ഗോവിന്ദ മാഷിനെ നിങ്ങൾ ക്യാപ്റ്റനായി തീരുമാനിക്കുക. നിങ്ങളുടെ വിജയത്തിൻ്റെ കാരണം ഗോവിന്ദ മാഷിൻ്റെ ഈ പ്രസ്താവനയാണ്, നിങ്ങളെല്ലാവരുടെ വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് അംഗീകരിക്കുക. പിന്നെ നിങ്ങളുടെ ഇടയ്ക്ക് തർക്കം വേണ്ടില്ല, അതുകൊണ്ട് നായക സ്ഥാനം ക്യാപ്റ്റൻ സ്ഥാനം നിങ്ങൾ ഗോവിന്ദ മാഷിന് കൊടുക്കും. എന്നിട്ട് വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തെല്ലാം സ്ട്രാറ്റജികൾ വേണമെന്ന് ഒരുമിച്ചിരുന്ന് ആലോചിച്ചൊരു തീരുമാനമെടുത്ത് മത്സരിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ നോക്കുക. വീണ്ടും ഒരു 5 കൊല്ലം കൂടെ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ ഇപ്പോൾ ഈ നിലമ്പൂർ അറിഞ്ഞു പണിയെടുത്ത ലീഗ് പോലും കൂടെ ഉണ്ടാകണം എന്നില്ല, വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം തങ്ങളടി നിർത്തി അവരവരുടെ പണി തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ.